തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ പ്രതികളായ ക്ഷേത്രം ഭാരവാഹികൾ പിടിയിലായിരിക്കുന്നു. ഒളിവിലായിരുന്ന പ്രതികളെ മൂന്നാറിൽ നിന്നാണ് പിടികൂടിയത്. 9 പേരാണ് പിടിയിലായത്. പിടികൂടിയ പ്രതികളെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സ്റ്റേഷനിൽ എത്തിച്ചു. കൊച്ചിയിൽ നിന്ന് റാഫി കരീമാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. റാഫി, ഗുഡ് മോർണിംഗ്. ഈ തൃപ്പൂണിത്തുറ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അത് അന്വേഷണം എങ്ങനെയാണ് തുടർന്നു പോകുന്നത്? ഈ പ്രതികൾ എവിടെ വെച്ചാണ് പിടിയിലായത്? ഫാരിഷ, തൃപ്പൂണിത്തുറയിലെ ചൂരക്കാടുണ്ടായ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 9 പേരെയാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇന്നലെ മൂന്നാറിൽ നിന്ന് പോലീസ് സംഘം പിടികൂടിയത്. ഈ സംഭവത്തിന് പിന്നാലെ ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ന് പടക്ക നിർമ്മാണ വസ്തുക്കൾ ഈ പരിസരത്ത് സൂക്ഷിച്ചത് എന്ന് കണ്ടെത്തുകയും ഒപ്പം തന്നെ നേരത്തെ നിർദ്ദേശം നൽകിയത് എല്ലാം ലംഘിച്ചുകൊണ്ട് വലിയ അളവിലുള്ള വെടിമരുന്ന് ഇവിടെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉത്സവ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. ഇതോടുകൂടിയാണ് ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങൾ ഒളിവിൽ പോയത്. ഇതിന് പിന്നാലെ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് ഒളിവിൽ പോയ സംഘത്തിലെ ആളുകളെ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ക്ഷേത്രം ഭാരവാഹികളും ഒപ്പം തന്നെ ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകളുമാണ് ഈ 9 പേരിലുള്ളത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാന പ്രതികൾ പിടിയിലാകാനുണ്ട് എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ വിശദമായ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളത് വ്യക്തമായിരുന്നു. കാരണം ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെടിക്കെട്ട് നടത്തുന്നതിനും ഇത്തരത്തിൽ വലിയ അളവിൽ വെടിമരുന്ന് സൂക്ഷിക്കുന്നതിനുമുള്ള അനുമതി ക്ഷേത്രം ഭാരവാഹികൾക്ക് നൽകിയിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ അനുമതി ആവശ്യപ്പെട്ട് ഫയർഫോഴ്സിലും ഒപ്പം തന്നെ പോലീസിലും അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ വലിയ അളവിലുള്ള വെടിമരുന്ന് സൂക്ഷിക്കാൻ കഴിയില്ല എന്ന് കാണിച്ച് 9 പേരാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. ഒപ്പം തന്നെ മജിസ്ട്രേറ്റിൽ അന്വേഷണം ഇന്ന് തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.